നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു. റിസീവർ വെച്ചിട്ട് നെറ്റിയിൽ കൈ കൊടുത്ത് സാജൻ കുനിഞ്ഞിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫോർഡ് ഫിയസ്റ്റ കാർ മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് പാപ്പച്ചനും ഭാര്യ റോസമ്മയും തിടുക്കപ്പെട്ടിറങ്ങി. അവർ അകത്തു വന്നപ്പോൾ സാജനും ബ്ലസ്സിയും എഴുന്നേറ്റു. പാപ്പച്ചൻ മുകളിൽ പോയി ദേവസി മരിച്ചു എന്ന് ഉറപ്പുവരുത്തി താഴെ വന്നു. ആരെയും അറിയിച്ചിട്ടില്ല, ബ്ലസ്സി പറഞ്ഞു. ദേവസിക്ക് ആ കൊച്ചിനോടുള്ള അടുപ്പം എങ്ങനെ? പാപ്പച്ചൻ ആരാഞ്ഞു. അതിനെയും കൂടെ കിടത്തിയ ഉറക്കം. അവസാന സമയത്ത് അതിനോട് വലിയ അടുപ്പമായിരുന്നു. ബ്ലസ്സിയാണ് മറുപടി പറഞ്ഞത്. 2 അറ്റാക്ക് വന്നതല്ലേ, ആ കൊച്ചിന് എന്തെങ്കിലും എഴുതി വെക്കാതിരിക്കില്ല എന്നതാന്ന് അറിയാനുള്ള അവകാശം നമുക്കില്ല. ഈ വീടെങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടോന്നാ എൻ്റെ സംശയം. ബ്ലസ്സി ഒന്ന് ഞെട്ടി. ഇല്ല, അപ്പച്ചൻ അത് ചെയ്യില്ല. സാജൻ അത് നിഷേധിച്ചു. നിന്റെ അപ്പച്ചൻ്റെ സ്വഭാവം വെച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല സാജ. സ്വത്തിൻ്റെ സിംഹഭാഗവും മോൾക്കെഴുതിയിട്ടല്ലേ നീ കാര്യമറിഞ്ഞത്. ആ കൊച്ചിനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി എത്രയും വേഗം അതിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം. ക്രിസ്റ്റി ഒരിക്കലും അതിനെ കയ്യേൽക്കില്ല. വിവാഹത്തിന് മുൻപ് കറിയ വെച്ച ഒരാവശ്യമായിരുന്നു അത്. കൊച്ചിനെ താൻ ഏറ്റോളാമെന്ന് ദേവസി സമ്മതിച്ചിട്ടാ വിവാഹം നടന്നത്. കേട്ടിട്ട് ശിശിരയ്ക്കും ആ കൊച്ചിനോട് വലിയ താല്പര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് പൊറുക്കാൻ പോയിട്ട് അവൾ അതിനെ കൂട്ടിയോ? അവൾക്കതിനെ വേണ്ട, കൊച്ചിന് അവളെയും വേണ്ട, ബ്ലസ്സി അമർഷം കൊണ്ടു. പാപ്പച്ചൻ അമർത്തിയൊന്ന് മൂളി. മനസ്സിൽ കറിയയോട് കലിപ്പുണ്ടെങ്കിലും വിവരം അറിഞ്ഞയുടൻ ഞാൻ കറിയാച്ചനെ വിളിച്ചു. കൊച്ചിനെ മാറ്റേണ്ടത് അയാളുടെയും കൂടി ആവശ്യമാണ്. അയാൾ തിരിച്ചിട്ടുണ്ട്. പാപ്പച്ചൻ കൈ പിന്നിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ എന്നാ പറഞ്ഞു? സാജൻ ചോദിച്ചു. നമ്മുടെ ആശങ്ക അയാളോട് പറയാൻ പറ്റത്തില്ലല്ലോ. ശിശിര കൊച്ചിനെ കൂടെ കൊണ്ടുപോയാൽ ക്രിസ്റ്റിക്ക് പൊല്ലാപ്പാവും. ഇവിടെ നിർത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. മറ്റൊരാൾ അറിയുന്നതിന് മുമ്പ് കൊച്ചിനെ മാറ്റാനാ ഞങ്ങളുടെ തീരുമാനം. അത് കൊള്ളാമെന്ന് സാജന് തോന്നി. നന്ദൂട്ടിയുടെ പേരിൽ ഇനി എന്തെങ്കിലും അപ്പച്ചൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മറ്റാരും അത് അറിയില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും അവളെക്കൊണ്ടുള്ള ശല്യം തീർന്നു. ശിശിര അവളെ അന്വേഷിക്കില്ലേ? ബ്ലസ്സി ചോദിച്ചു. നിങ്ങൾ ആലിങ്കിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെന്നാ ശിശിര കരുതുന്നത്. ഇവിടെ ദേവസിയും ആ കൊച്ചും ദീനാമയും മാത്രമേ ഉള്ളുവെന്ന അവളുടെ വിശ്വാസം. കറിയ പറഞ്ഞ അറിവാ അത്. ദേവസി ഇന്നലെ രാവിലെ ആ കൊച്ചുമായി പുറത്തു പോയതായി ദീനാമ പറഞ്ഞോളും. വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ കൂടെ കൊച്ചിനെ കണ്ടില്ല. എവിടെ കൊണ്ടുവിട്ടെന്ന് മരിച്ചുപോയ ദേവസിക്കേ അറിയൂ. പാപ്പച്ചൻ പതുക്കെ ചിരിച്ചു. ദീനാമ സത്യം പറഞ്ഞാലോ? ബ്ലസ്സി സംശയിച്ചു. അറയ്ക്കല ചോറ് തിന്നുണ്ടായതാ അവളുടെ ശരീരം. നമ്മൾ പറയുന്നതിനപ്പുറം അവൾ നാവനക്കില്ല. അതുവരെ മിണ്ടാതെ നിന്ന റോസമ്മ പറഞ്ഞു. മുറ്റത്ത് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. പാപ്പച്ചൻ വേഗം വാതിൽക്കൽ ചെന്നപ്പോൾ കറുത്ത സ്കോർപിയോയിൽ നിന്ന് കറിയ ഇറങ്ങുന്നു. ഡ്രൈവറെ കൂടാതെ ഒരു ചെറുപ്പക്കാരനെ കൂടെ കണ്ടു. തിരിച്ചിട് മക്കളെ. ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് കറിയ മുണ്ടിൻ്റെ തുമ്പ് കക്ഷത്ത് വെച്ച് കയറി വന്നു. എമിയുടെ കൈ പിടിച്ച് ബ്ലസ്സിയും പിന്നാലെ റോസമ്മയും മുറിയിലേക്ക് പോയി. കേട്ടത് സത്യമാണോ? കറിയ ജിജ്ഞാസയോടെ പാപ്പച്ചനെ നോക്കി. അതെ, രാത്രിയിലെപ്പോഴോ ആണ്. വെച്ചു താമസിക്കാൻ പറ്റില്ല. ആ കൊച്ചിൻ്റെ കാര്യം വല്ലതും ഉറപ്പിച്ചോ? തൽക്കാലം ഇവിടുന്ന് മാറ്റിയാൽ പോരെ? ബാക്കി ശവമടക്ക് കഴിയട്ടെ. നമ്മൾ 2 കൂട്ടർക്കും ആ കൊച്ചിനെ കൊണ്ട് ഇനിയൊരു ശല്യമുണ്ടാവാതിരുന്നാൽ പോരെ? വാതിൽക്കൽ കറിയയ്ക്കൊപ്പം വന്ന ചെറുപ്പക്കാർ പ്രത്യക്ഷപ്പെട്ടു. കയറി വരുന്നടാ മക്കളെ. 2 പേരും അകത്തേക്ക് വന്നു. പാപ്പച്ചനും കറിയയും നേരെ അടുക്കളയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. നന്ദൂട്ടിയെ മടിയിലിരുത്തി നിലത്തിരുന്ന് കരയുകയാണ് ദീനാമ. വാതിൽക്കൽ വന്നു നിന്നവരെ അവർ കണ്ടില്ല. ദീനാമേ, പാപ്പച്ചൻ വിളിച്ചു. വാതിലിന് നേരെ നോക്കിയ ദീനാമ നന്ദൂട്ടിയുമായി എഴുന്നേറ്റു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവർ തുടച്ചു. കറിയ നന്ദൂട്ടിയെ അടിമുടി ഒന്നൊഴിഞ്ഞു. പിന്നീട് പിന്നിൽ നിന്ന് ചെറുപ്പക്കാരനെ നോക്കി. ജോസേ, കൊച്ചിനെ എടുത്തോണ്ട് പോ. കറിയ തിരിഞ്ഞ് നടന്നു. പിന്നാലെ പാപ്പച്ചനും. ചെറുപ്പക്കാർ അകത്ത് കടന്നു. അവരുടെ വരവ് കണ്ട് ദീനാമ്മ പകച്ചു. ഒരാൾ നന്ദൂട്ടിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു. വാ കൊച്ചേ. ദീനാമ്മ ഞെട്ടിപ്പോയി.
അയ്യോ, എന്നതാ കാട്ടുന്നേ? ദീനാമ്മ അവൻ്റെ കയ്യിൽ നിന്ന് നന്ദൂട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. മാറി നിൽക്ക് തള്ളേ. അടുത്തയാൾ ദീനാമ്മയെ പിടിച്ച് മുന്നോട്ട് തള്ളി. വാഷ് ബേസിന് മീതെ അവർ ചെന്നു വീണു. ഭയന്ന് കരഞ്ഞ നന്ദൂട്ടിയെ കൈകളിൽ കോരിയെടുത്ത് ജോസ് പുറത്തേക്ക് നടന്നു. അമ്മച്ചി! അവൻ്റെ കൈകളിൽ കിടന്ന് നന്ദൂട്ടി കുതറിപ്പിടഞ്ഞു. വിറച്ചുകൊണ്ട് പിറകെ ഓടി വന്ന ദീനാമ്മയെ മറ്റേ ചെറുപ്പക്കാരൻ തടഞ്ഞു. ഹാളിൽ സാജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ കണ്ടതും നന്ദൂട്ടി ഉറക്കെ നിലവിളിച്ചു, അങ്കിൾ, എന്നെ വിടാൻ പറ. സാജൻ മുഖം തിരിച്ചു. ഓടി വന്ന ദീനാമ്മ അവനോട് കെഞ്ചി, എന്നതാ കുഞ്ഞേ അവരൊക്കെ കാണിക്കുന്നത്? ആ പാവം കൊച്ചിനെ എവിടെയാ കൊണ്ടുപോകുന്നത്? അവൻ മിണ്ടിയില്ല. വാതിൽക്കൽ ബ്ലസ്സി നിൽക്കുന്നത് ദീനാമ്മ കണ്ടു. നന്ദൂട്ടിയുമായി അവർ പുറത്തേക്ക് പോയപ്പോൾ ദീനാമ്മ പിന്നാലെ ഓടി. മുറ്റത്ത് കിടന്ന സ്കോർപിയോയിൽ നന്ദൂട്ടിയെ കയറ്റുന്നത് അവർ കണ്ടു. നിലവിളിക്കുകയാണവൾ. ഡോർ അടഞ്ഞു. സ്കോർപിയോ ഒരു മുരൾച്ചയോടെ പാഞ്ഞുപോയി. സ്തംഭിച്ചു നിന്നുപോയി ദീനാമ്മ. സിറ്റൗട്ടിൽ പാപ്പച്ചനും കറിയയും ഒരു ചെറുചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. അതിനെ എങ്ങോട്ടാ മുതലാളി കൊണ്ടുപോയത്? കരച്ചിൽ അടക്കാനാവാതെ ദീനാമ്മ ചോദിച്ചു. ദീനാമ്മയ്ക്കെന്നതാ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്ത കൊച്ചിൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ ഉത്കണ്ഠ? കറിയ പരിഹസിച്ചു. കണ്ണു തുടച്ച് ദീനാമ്മ തിരിഞ്ഞപ്പോൾ പാപ്പച്ചൻ ശബ്ദിച്ചു, നിൽക്ക്. അവർ നിന്നു. ദീനാമ്മ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ശിശിരയോ മറ്റാരെങ്കിലുമോ ആ കൊച്ചിനെപ്പറ്റി ദീനാമ്മയോട് ചോദിച്ചാൽ എന്നതാ പറയേണ്ടതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ഞെട്ടിപ്പകച്ചു നിന്ന അവരുടെ അടുത്തേക്ക് പാപ്പച്ചൻ ചുവടുകൾ വെച്ചു. ദേവസി മുതലാളി ഇന്നലെ രാവിലെ കൊച്ചുമായി എങ്ങോട്ടോ പോയി. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ കൂടെ ആ കൊച്ചുണ്ടായിരുന്നില്ല. ദേവസി കൊച്ചിനെ എവിടെയോ ഏൽപ്പിച്ചു എന്ന് മാത്രമേ നിനക്കറിയൂ. ദീനാമ്മ ഭീതിയോടെ പാപ്പച്ചനെ നോക്കി. ദീനാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? പാപ്പച്ചൻ കനപ്പിച്ച് ചോദിച്ചു. അവർ പതുക്കെ തലയാട്ടി. എന്നാ ദീനാമ്മ അടുക്കളയിലോട്ട് ചെന്നേ, സ്നേഹത്തോടെ പാപ്പച്ചൻ പറഞ്ഞു. കണ്ണു തുടച്ചുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. പാപ്പച്ചൻ അവിടേക്ക് വന്നു. ഇനി താമസിപ്പിക്കണ്ട, വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചറിയിക്ക്, പാപ്പച്ചൻ പറഞ്ഞു. സാജനും പാപ്പച്ചനും ഹാളിലേക്ക് പോയപ്പോൾ ജുബയുടെ കീശയിൽ നിന്ന് കറിയ മൊബൈൽ എടുത്തു. മൊബൈൽ റിംഗ് ടോൺ കേട്ടാണ് ക്രിസ്റ്റഫർ കണ്ണു തുറന്നത്. വാൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ പതിവിലും 1 മണിക്കൂർ വൈകിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രി അയാളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അവളെ നന്നായി കുത്തി നോവിക്കാൻ മദ്യപിക്കുകയായിരുന്നു. ദേവസിയും വിളിച്ചിരുന്നു എന്നാണ് ഓർമ്മ. എന്തൊക്കെയോ ചില സംശയങ്ങൾ അയാളുടെ മനസ്സിൽ വീണിട്ടുണ്ട്. ക്രിസ്റ്റഫർ ഫോൺ എടുത്തു. അപ്പച്ചനാണ്. അപ്പച്ചാ. മകനെ, ഞാനിപ്പോൾ ആലിങ്കൽ വീട്ടിൽ നിന്ന് വിളിക്കുക. ഒരു വാർത്തയുണ്ട്. ദേവസിയുടെ കണ്ണടഞ്ഞു. ക്രിസ്റ്റഫർ പുതപ്പ് വകഞ്ഞു മാറ്റിയിട്ട് എഴുന്നേറ്റു. എപ്പോ? ഇന്നലെ രാത്രിയിലാ. ഉറക്കത്തിലെ അറ്റാക്കാ. നിങ്ങൾ വേഗം പുറപ്പെട്ടോ. മരിച്ച വിവരമൊന്നും അവളോട് പറയണ്ട. കരഞ്ഞു പിഴിഞ്ഞ് നിനക്ക് പണിയാവും. എന്നാ ശരി മകനെ. അയാൾ കോൾ കട്ട് ചെയ്തു. മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇന്നലത്തെ തൻ്റെ വാക്കുകൾ ദേവസിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നോ? ശിശിരയുടെ ആദ്യത്തെ ദാമ്പത്യം തകർത്തത് താനാണെന്ന് അയാളോട് ആരോ പറഞ്ഞു. ദേവസിക്ക് വിശ്വാസമുള്ള ആരോ ഒരാൾ. ആരാവുമത്? ഇനി അതേപ്പറ്റി ചിന്തിച്ച് തല പുകച്ചിട്ട് കാര്യമില്ല. ദേവസിയുടെ വേർപാട് തനിക്ക് ഗുണം തന്നെയാണ്. ഇനി അവളുടെ ക്ഷേമം അന്വേഷിച്ച് ഒരാളും തൻ്റെ അരികിൽ വരില്ല. പ്രോപ്പർട്ടിക്ക് ആളന്വേഷിച്ച് തുടങ്ങാൻ അപ്പച്ചനോട് പറയണം. ക്രിസ്റ്റഫർ പതിയെ ചിരിച്ചു. വാതിൽ ലോക്ക് ചലിക്കുന്ന ശബ്ദം കേട്ടു. കതക് തുറന്ന് 1 കപ്പ് ചായയുമായി ശിശിര അകത്തേക്ക് വന്നു. അവളുടെ മുഖം കനത്ത് കണ്ടു. കൺപോളകൾ വീങ്ങിയിട്ടുണ്ട്. രാത്രി മുഴുവനും കരഞ്ഞിട്ടുണ്ടാവുമെന്ന് അയാൾ ഓർത്തു. കപ്പ് അവൾ മേശയിൽ വെച്ചു. ആ മുഖത്ത് ഒരു ദൃഢനിശ്ചയം ക്രിസ്റ്റഫർക്ക് അനുഭവപ്പെട്ടു. എന്തോ പറയാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. അതിനു മുമ്പേ അയാൾ അമ്പു തൊടുത്തു. നമുക്കുടനെ ആലിങ്കലേക്ക് പുറപ്പെടണം. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ വിളിച്ചായിരുന്നു. നിന്നോടെങ്ങനെ പറയുമെന്നറിയാതെ ഭ്രാന്തെടുത്ത് നടക്കുകയാ ഞാൻ. അയാൾ നന്നായി അഭിനയിച്ചു. എന്താ? അവളുടെ മുഖത്ത് ആശങ്കയുടെ നിഴൽപ്പാട് വീണു. ക്രിസ്റ്റഫർ തുറന്നടിച്ചു. നിന്റെ അപ്പച്ചൻ മരിച്ചുപോയി. തലയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റ് ചുഴറ്റിയടിച്ചതുപോലെ ശിശിരയ്ക്ക് തോന്നി. ക്രിസ്റ്റി? അലർച്ചയോടെ അവൾ അയാളുടെ നേരെ പാഞ്ഞു ചെന്നു.
അയാൾ കടുത്ത ദുഃഖം നടിച്ചു. സഹിച്ചേ തീരൂ. ദൈവവിധി എന്ന് ആശ്വസിക്കാം. നീ വേഗം ഡ്രസ്സ് ചെയ്യ്. അവൾ കട്ടിലിൽ ചെന്ന് വീണ് പൊട്ടിക്കരഞ്ഞു. ക്രിസ്റ്റഫർ തല ചരിച്ച് അത് നോക്കി ചിരിച്ചു. പെട്ടെന്നവൾ പിടഞ്ഞെഴുന്നേറ്റു. എനിക്കുടനെ പോകണം ക്രിസ്റ്റി. പോകാം, ചെന്ന് ഡ്രസ്സ് ചെയ്യ്. നെഞ്ചിൽ കൈവച്ച് കരഞ്ഞ് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. ക്രിസ്റ്റഫർക്ക് ആ പിടച്ചിൽ നന്നേ രസിച്ചു. ഇവിടം മുതൽ ഏറ്റുമാനൂര് വരെ അവൾ കരയണം. അത് കാണാനൊരു സുഖമാണ്. വഴിക്കൊരിടത്തും നിർത്താതെ ക്രിസ്റ്റഫർ കാർ ഓടിച്ചു. ശിശിര പിൻസീറ്റിലായിരുന്നു. 12:30 മണിയോടെ കാർ ആലിങ്കലെത്തി. മുറ്റം നിറയെ വാഹനങ്ങളും ആൾക്കൂട്ടവുമായിരുന്നു. പോർച്ചിൽ കാർ നിർത്തിയിട്ട് ക്രിസ്റ്റഫർ പുറത്തിറങ്ങി. പിന്നിലെ ഡോർ തുറന്നു. ശിശിര ബോധശൂന്യയായി സീറ്റിൽ കിടക്കുകയായിരുന്നു. അങ്ങോട്ട് വന്നു കയറി കറിയ അവളുടെ അവസ്ഥ കണ്ട് പരിഭ്രമിച്ചു. പേടിക്കാനൊന്നുമില്ല, അപ്പച്ചൻ സ്ത്രീകളെ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവാ. കറിയ വേഗം അകത്ത് ചെന്ന് ഭാര്യ മേരി അമ്മയെയും 2 സ്ത്രീകളെയും വിളിച്ചുകൊണ്ടുവന്നു. അവർ ശിശിരയെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. ക്രിസ്റ്റഫർ ഹാളിൽ വെച്ചിരുന്ന ഡെഡ് ബോഡിക്ക് മുന്നിൽ അല്പനേരം വേദന കടിച്ചമർത്തി നിന്നു. പിന്നീട് പുറത്തുപോയി കറിയയുടെ അടുത്ത് ചെന്നു. വിമലാമ്മയുടെ പിന്നാലെ ദേവസിയും പോയി. കറിയ പറഞ്ഞു, ഇനിയിപ്പോൾ ആ കൊച്ചിനെ കൂടി കൂട്ടേണ്ടി വരുമല്ലോ. ക്രിസ്റ്റഫർ ഈർഷ്യപ്പെട്ടു. പുകയിലക്കറ പിടിച്ച പല്ല് കാട്ടി കറിയ ചിരിച്ചു. അതോർത്ത് മകൻ വിഷമിക്കേണ്ട, ആ കൊച്ച് ഇവിടില്ല. ക്രിസ്റ്റഫർ ജിജ്ഞാസയോടെ അയാളെ നോക്കി. കറിയ കാര്യങ്ങൾ വിവരിച്ചപ്പോൾ ക്രിസ്റ്റഫറുടെ കണ്ണുകൾ തിളങ്ങി. അപ്പച്ചൻ ഉണർന്നു തന്നെ പ്രവർത്തിച്ചു. ഇങ്ങോട്ട് പോരുമ്പോൾ ആ കൊച്ചിനെ ഓർത്തുള്ള ടെൻഷനായിരുന്നു. കൂടെ കൊണ്ടുപോകാൻ ശിശിര ഷഡിച്ചാൽ എന്നാ പറയും? അതിനെ എവിടേക്കാ കൊണ്ടുപോയത്? അതേപ്പറ്റി ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരിക്കലും തിരിച്ചു വരാത്ത എവിടേക്കെങ്കിലും അതിനെ പറഞ്ഞുവിടാം. കറിയ വല്ലാതൊന്ന് ചിരിച്ചു. പെട്ടെന്ന് ഓർത്തതുപോലെ ക്രിസ്റ്റഫർ പറഞ്ഞു, ദേവസി എൻ്റെ പേർക്ക് എഴുതി തന്ന ആ ഡോക്യുമെൻറ്റ്സ് അപ്പച്ചൻ ശ്രദ്ധയോടെ വായിച്ചോ? ശിശിരയ്ക്കും അതിലൊരു പിടി ബോധപൂർവം അയാൾ കൊടുത്തിട്ടുണ്ട്. അതിലെന്നതാ കുഴപ്പം? പ്രമാണത്തിൽ പറഞ്ഞ പ്രകാരം നിനക്കിഷ്ടം പോലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട്. നിന്റെ കാലശേഷം ശിശിരയ്ക്ക് എന്നൊരു പരാമർശമേ ഉള്ളൂ. ഭർത്താവിൻ്റെ സ്വത്തിന് ഭാര്യയല്ലേ അവകാശി? ക്രിസ്റ്റഫർ അതിന് മൗനം പാലിച്ചു. ആലിംഗല സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് വിൽക്കണം അപ്പച്ചാ. കറിയ മിഴിച്ചുപോയി. നീ എന്നാ പോഴത്തരമാ പറയുന്നത് മകനെ? വേണം, നമ്മുടെ കൈവശമിരുന്നാലും തൊഴിലാളികളും പരിചയക്കാരും അത് ആലിംഗല സ്വത്തായിട്ടേ കാണൂ. നമുക്കത് വിൽക്കാം, പകരം വാങ്ങിയാൽ പോരെ? മാത്രമല്ല, അവളുടെ പേരിൽ ഒരു സൂചന പോലും ഡോക്യുമെൻസിൽ വരാനും പാടില്ല. ദേവസി മരിച്ച സ്ഥിതിക്ക് അപ്പച്ചൻ വിൽപ്പനയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ. കറിയ മകനെ മനസ്സിലാകാത്ത മട്ടിൽ നോക്കി നിന്നു. താൻ അറിയാത്തതായി എന്തെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടോ? പാപ്പച്ചൻ സിറ്റൗട്ടിൽ നിന്ന് കൈ കാട്ടി വിളിച്ചപ്പോൾ അമ്പരപ്പ് വിടാതെ കറിയ അങ്ങോട്ടു പോയി. സംസ്കാര ചടങ്ങിനായി എല്ലാവരും സിമിത്തേരിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ശിശിര എഴുന്നേറ്റിരുന്നു. അവൾ ചുറ്റും പരതി നോക്കി. എൻ്റെ മോളെവിടെ? അടുത്തിരുന്ന മേരിയമ്മയോട് ഇടർച്ചയോടെ അവൾ ചോദിച്ചു. അവൾ അകത്തെവിടെയെങ്കിലും കാണും. ആൾക്കൂട്ടത്തിൽ എവിടെ ചെന്ന് നോക്കാനാ? ആരെയെങ്കിലും അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരുവോ? നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അടുത്ത് നിന്നവരെ നോക്കി ശിശിര കെഞ്ചി. ലിസി പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. ദീനാമയ്ക്കൊപ്പം ആദ്യത്തെ വണ്ടിയിൽ അവൾ പോയെന്ന് ആരോ പറഞ്ഞു. മേരിയമ്മ ശിശിരയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്രിസ്റ്റഫറിൻ്റെ വണ്ടിയിലാണ് അവൾ സിമിത്തേരിയിലേക്ക് പോയത്. മുൻപൊരിക്കലും കാണാത്ത ആൾത്തിരക്കായിരുന്നു അവിടെ. സംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ശിശിര എല്ലായിടത്തും നോക്കി. നന്ദൂട്ടിയെ കാണാനായില്ല. ആരും അവളെ മുന്നോട്ട് കൊണ്ടുവരാത്തതിൽ ശിശിരയുടെ വേദന ഇരട്ടിച്ചു. അപ്പച്ചൻ എന്തിഷ്ടമായിരുന്നു അവളെ. ഒടുവിൽ ശവപ്പെട്ടി കുഴിയിലേക്ക് താഴ്ത്തി ഒരു പിടി മണ്ണുവാരി ചുറ്റിലും നോക്കി ശിശിര പൊട്ടിക്കരഞ്ഞു. എവിടെയാണ് തൻ്റെ മകൾ? ആ സമയം കറിയയുടെ കറുത്ത സ്കോർപിയോ കൂറ്റൻ കരിവണ്ടിനെ പോലെ കുത്തനെയുള്ള മലമ്പാത ഇരമ്പിക്കയറുകയായിരുന്നു. അതിലെ നടുവിലെ സീറ്റിൽ നന്ദൂട്ടി മയങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പാപ്പച്ചനും കറിയയും ക്രിസ്റ്റഫറും പിന്നെയും ആരൊക്കെയോ ഇരിപ്പുണ്ടായിരുന്നു. ശിശിരയുടെ വരവ് കണ്ട് ക്രിസ്റ്റഫർ എഴുന്നേറ്റു. ക്രിസ്റ്റി, എൻ്റെ മോൾ ഇവിടെ ഇല്ല. അവൾ പരിസരം വിസ്മരിച്ച് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. അവൾ എവിടെ പോവാനാ? മുറ്റത്തോ മറ്റോ കാണും.
കറിയെയാണ് പറഞ്ഞത്. അല്ല, ഇന്നലെ അപ്പച്ചൻ അവളെയും കൂട്ടി എങ്ങോ പോയെന്ന് ദീനാമ്മ പറഞ്ഞു. കരച്ചിലിനിടയിൽ ശിശിര പറഞ്ഞൊപ്പിച്ചു. പാപ്പച്ചൻ വിജയിയെപ്പോലെ കറിയയെ നോക്കി. ദീനാമ്മയെ വിളിക്ക്, കറിയ ഉറക്കെ ആവശ്യപ്പെട്ടു. ശിശിരയുടെ കരച്ചിൽ കേട്ട് അകത്തു നിന്നും പുറത്തു നിന്നും ആളുകൾ ഹാളിലേക്ക് വന്നു. സ്ത്രീകളിൽ ആരോ പോയി ദീനാമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. വാതിൽക്കൽ വന്ന് അവർ മുഖം കാണിച്ചു. ദീനാമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക്, പാപ്പച്ചൻ കൽപ്പിച്ചു. വിറയലോടെ ദീനാമ്മ ഹാളിൽ ഇറങ്ങി. അങ്ങനെയൊരു വിസ്താരം ആ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. കറിയ മുന്നോട്ട് ചെന്നു. ശിശിരയുടെ കൊച്ചിനെ ദേവസി ഇന്നലെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നീ കണ്ടായിരുന്നോ? ദീനാമ്മ തലയാട്ടി. എന്നതാ ഉണ്ടായതെന്ന് വെച്ചാ നീ വാ തുറന്നു പറ, പാപ്പച്ചൻ സ്നേഹപൂർവ്വം ശാസിച്ചു. ദീനാമ്മ ശിശിരയോട് പറഞ്ഞത് ആവർത്തിച്ചു. എല്ലാം കേട്ട ശേഷം പാപ്പച്ചൻ പറഞ്ഞു, ഇനി പറയാമല്ലോ. ദേവസിക്ക് ആ കൊച്ചിനോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. മോളുടെ ജീവിതം സേഫാക്കാനാ അതിനെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഒരിക്കൽ ഞാൻ ഇവിടെ വന്നപ്പോൾ അതിരുന്ന് തറ തുടയ്ക്കുന്നത് കണ്ടു. കഷ്ടമല്ലേ, എന്നാത്തിനാ ഈ പണികൾ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദേവസി പറയുവാ, വീട്ടുപണികൾ ചെയ്തു പഠിക്കട്ടെ എന്ന്. ആ കൊച്ചിൻ്റെ ഊണും ഉറക്കവും ദീനാമയ്ക്കൊപ്പമായിരുന്നു. ശിശിരയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. പാപ്പച്ചൻ അത്ഭുതം ഭാവിച്ചു. അയ്യോ, ഞാൻ എന്നാത്തിന് കള്ളം പറയണം? ആ കൊച്ചിനെ അതിൻ്റെ അച്ഛൻ്റെ ഒപ്പം അയക്കാമെന്ന് മോഹിപ്പിച്ചിട്ടാ ദേവസി ഒപ്പം നിർത്തിയത്. എന്നോട് പറഞ്ഞതാ. സംശയമുണ്ടെങ്കിൽ ദീനാമ്മയോട് ചോദിച്ചു നോക്ക്. ശിശിര ദീനാമ്മയുടെ നേരെ ചെന്നു. സത്യമാണോ ദീനാമ്മേ ഞാൻ കേട്ടത്? അവൾ വിറച്ചു. ദീനാമ്മ സമ്മതമട്ടിൽ തലയാട്ടി. അവൾ അപ്പച്ചൻ്റെ കൂടെയാ ഊണും ഉറക്കവുമെന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? ശിശിരയുടെ ഒച്ച തുലോം ഉയർന്നു. അത് കൊച്ചു ചോദിച്ചാൽ അങ്ങനെ പറയണമെന്ന് മുതലാളി പറഞ്ഞിട്ടാ. അപ്പോൾ അപ്പച്ചൻ കാണിച്ചതൊക്കെ കാപട്യമായിരുന്നോ? ശിശിര കരഞ്ഞുപോയി. കൊച്ചിനെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ നീ മറ്റൊരാളെ വിവാഹം ചെയ്തത്? പെറ്റമ്മയ്ക്കില്ലാത്ത സ്നേഹം ദേവസിച്ചായന് ആ കൊച്ചിനോട് തോന്നേണ്ട കാര്യമില്ല. ബ്ലസ്സിയുടെ അമ്മച്ചി റോസമ്മ പരിഹസിച്ചു. ശിശിര അടുത്ത മുറിയിലേക്ക് ഓടി. കട്ടിലിൽ ചെന്ന് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. ക്രിസ്റ്റഫർ അകത്തു വന്ന് അവൾക്കടുത്ത് ഇരുന്നു. നീ ഒന്ന് സമാധാനിക്ക്, മോളെ നമുക്ക് കണ്ടുപിടിക്കാം. അയാൾ സ്നേഹം നടിച്ച് അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ എഴുന്നേറ്റിരുന്നു. ഞാൻ എങ്ങനെ സമാധാനപ്പെടും ക്രിസ്റ്റി? അപ്പച്ചൻ ചതിക്കുകയാണെന്നറിയാൻ വൈകിപ്പോയി. ഹൃദയം പൊട്ടി അവൾ വിലപിച്ചു. എൻ്റെ മോളെ എവിടെ കൊണ്ടുചെന്ന് ഉപേക്ഷിച്ചെന്ന് എനിക്കറിയില്ലല്ലോ കർത്താവേ. എന്തിനപ്പച്ചൻ ഇങ്ങനെയൊരു ക്രൂരത കാണിച്ചു? എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കുഞ്ഞെന്തു പിഴച്ചു? അപ്പച്ചൻ തിരുവനന്തപുരത്ത് വന്ന വിവരം ഇവിടെ ആർക്കും അറിയില്ല. എൻ്റെ ബലമായ സംശയം ഞാൻ പറയാം. അയാൾ പെട്ടെന്ന് നിർത്തി. അവൾ ഒരേക്കത്തോടെ അയാളെ നോക്കി. നന്ദൂട്ടിയെ തിരുവനന്തപുരത്ത് ആരുടെയോ കയ്യിൽ അപ്പച്ചൻ ഏൽപ്പിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ അത് അയാളുടെ കയ്യിലാവാം, ഋഷിയുടെ. ശിശിര പിടഞ്ഞെഴുന്നേറ്റു. കണ്ണുകളിൽ കനലെരിഞ്ഞു. ഗൂഢമായ മന്ദഹാസത്തോടെ ക്രിസ്റ്റഫറും എഴുന്നേറ്റു. ഞാൻ ഊഹിച്ചത് ശരിയല്ലേ? ക്രിസ്റ്റി പറഞ്ഞത് 100% ശരിയാണെന്ന് അവൾക്ക് തോന്നി. തിരുവനന്തപുരത്തേക്ക് നന്ദൂട്ടിയുമായി വന്ന അപ്പച്ചൻ ആദ്യം ഋഷിയെ കണ്ടിട്ടുണ്ടാവും. അയാളെ ഏൽപ്പിച്ചാവും തന്നെ കാണാൻ വന്നത്. നമുക്കുടനെ തിരിച്ചു പോകണം. അവളുടെ നാസികത്തുമ്പു വരെ വിറച്ചു. അതുടനെ വേണോ? വേണം. എന്നെ അപ്പച്ചൻ ചതിക്കുകയായിരുന്നു. ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടുപിടിക്കണം. അവൾ ആരുടെ കയ്യിലാണെങ്കിലും വിട്ടുകൊടുക്കില്ല ഞാൻ. ക്രിസ്റ്റഫർ പതിയെ തലയാട്ടി. ഇനി ഈ എരിതീയിൽ നിന്നെ ഞാൻ ദഹിപ്പിക്കും. കാറിൻ്റെ ഇരമ്പം കേട്ടാണ് വിശാഖൻ വാതിൽ തുറന്നത്. അയാൾ സിറ്റൗട്ടിൽ ഇറങ്ങിയപ്പോൾ നീല നിറമുള്ള ഓൾട്ടോ കാർ മുറ്റത്തു വന്നു നിന്നു. അയാൾക്ക് പിന്നിലായി അളകയും എത്തി. ജിജ്ഞാസയോടെ അവൾ കാറിലേക്ക് നോക്കി. ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട് രണ്ടുപേരും ശക്തമായൊന്ന് ഞെട്ടി. ശിശിര. ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് നിമിഷയും പുറത്തിറങ്ങി. രുദ്രയുടെ ഭാവമായിരുന്നു ശിശിരയുടെ മുഖത്ത് വിശാഖൻ കണ്ടത്. കണ്ണുകളിൽ സർവ്വതും ചുട്ടരിക്കാനുള്ള തീ. അവരെ ഗൗനിക്കാതെ ശിശിര ഋതുനന്ദയിലേക്ക് നടന്നു. അളക പിന്നാലെ ഓടി. ഋതുനന്ദയുടെ മുറ്റം നിറയെ പുല്ല് കയറിയത് ശിശിര ശ്രദ്ധിച്ചു. കൊഴിഞ്ഞു വീണ കരിയിലകൾ. ഒറ്റ നോട്ടത്തിൽ അവിടെ ആരുമില്ലെന്ന് അവൾക്ക് തോന്നി. അളക പിന്നിലെത്തി. അവിടെ ആരുമില്ല.
ശിശിര വെട്ടിത്തിരിഞ്ഞ് രൂക്ഷമായി അളകയെ നോക്കി. അളകയ്ക്ക് ഭയം തോന്നി. അയാൾ എവിടെയുണ്ട്? തീർത്തും അപരിചിതമായ സ്വരത്തിൽ ശിശിര ചോദിച്ചു. ഇവിടെ നിന്ന് പോയിട്ട് കുറേ കാലമായി. ഇപ്പോൾ എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. കള്ളം, പച്ചക്കള്ളം പറയുന്നോ? ശിശിര ചീറി. അളക ഒരു ചുവട് പിന്നോക്കം വെച്ചു. കള്ളം പറഞ്ഞ് ശിശിരയെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ഇപ്പോഴില്ലല്ലോ. വിശാഖൻ അങ്ങോട്ട് വന്നു. ഋഷിയെ തേടി ഇപ്പോൾ പഴയ പരിചയക്കാർ വരുന്നല്ലോ. ഒരു ദിവസം മുൻപ് ആലിങ്കൽ ദേവസി വന്നു, ഇപ്പോൾ മകളും. പരിഹാസം കലർത്തിയാണ് വിശാഖൻ പറഞ്ഞത്. ശിശിരയുടെ ഓരോ അണുവിലും അതൊരു വിസ്ഫോടനം സൃഷ്ടിച്ചു. അപ്പച്ചൻ വന്നിരുന്നോ? കിതപ്പിനിടയിൽ അവൾ ചോദിച്ചു. ഉവ്, ഋഷിയേട്ടനെ അന്വേഷിച്ചാ വന്നത്. എവിടെയുണ്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. എന്താ ശിശിരേ? വീർപ്പുമുട്ടലോടെ അളക ചോദിച്ചു. അതെ, ക്രിസ്റ്റി ഊഹിച്ചു പറഞ്ഞത് സത്യം തന്നെ. അപ്പച്ചൻ ഋഷിയെ തേടി വന്നു. അങ്ങോട്ട് വന്ന നിമിഷയുടെ നേരെ അളക തിരിഞ്ഞു. എന്താ നിമിഷേ, നീയെങ്കിലും കാര്യം പറ. നന്ദൂട്ടി എവിടെയാണെന്നറിയില്ല. ശിശിരയുടെ അപ്പച്ചൻ അവളെ ഋഷിയെ ഏൽപ്പിച്ചുവെന്നാണ് ശിശിര സംശയിക്കുന്നത്. വിശാഖനും അളകയും അന്താളിപ്പോടെ മുഖാമുഖം നോക്കി. നിങ്ങൾക്കറിയാം അയാൾ എവിടെയുണ്ടെന്ന്. നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യവും അയാൾക്കുണ്ടാവില്ല. എവിടെയുണ്ടെൻ്റെ മോൾ? അത് നിന്റെ അപ്പച്ചനോട് ചെന്ന് ചോദിക്ക്. വിശാഖൻ തിരിച്ചടിച്ചു. ശിശിര കുത്തിയൊഴുകുന്ന കണ്ണുകളോടെ അയാളെ തുറിച്ചു നോക്കി നിന്ന് കിതച്ചു. അവളുടെ അപ്പച്ചൻ ഇന്നലെ മരിച്ചു. പതിയെ നിമിഷ പറഞ്ഞു. വിശാഖനും അളകയും നടുങ്ങിപ്പോയി. അപ്പച്ചൻ്റെ മരണവിവരമറിഞ്ഞ് ശിശിര വീട്ടിൽ ചെന്നപ്പോഴാണ് നന്ദൂട്ടി അവിടെ ഇല്ല എന്നറിയുന്നത്. അപ്പച്ചൻ ഋഷിയെ തേടി വന്ന നിലയ്ക്ക് അവളെ അയാൾക്ക് കൊടുക്കാനേ തരമുള്ളൂ. നിമിഷ തുടർന്നു പറഞ്ഞു. വിശാഖന് കുറേ കാര്യങ്ങൾ ഊഹിക്കാനായി. അങ്ങനെ സംഭവിച്ചെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. പക്ഷേ നിങ്ങൾ സംശയിക്കുന്നതല്ല സംഭവിച്ചത്. ശിശിരയുടെ അപ്പച്ചന് ഋഷിയെ കാണാനായില്ല. ഒരാഴ്ച മുമ്പ് അവൻ കേരളം വിട്ടു. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ശിശിരയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ദേവസി വന്ന കാര്യം പറയണമായിരുന്നോ? ശിശിര അത് വിശ്വസിച്ചിട്ടില്ലെന്ന് വിശാഖന് മനസ്സിലായി. നന്ദൂട്ടി അവിടെ ഇല്ലെങ്കിൽ ശിശിരയുടെ അപ്പച്ചൻ അവളെ മറ്റെവിടേക്കോ മാറ്റിയിട്ടുണ്ട്. അതാണ് സത്യം. ശിശിര കൈയെടുത്ത് വിലക്കി. അവളുടെ മിഴി രണ്ടും ജ്വലിക്കുകയായിരുന്നു. നുണ പറയാൻ നിങ്ങൾ വിരുദ്ധനാണെന്ന് എനിക്കറിയാം. എന്നോട് വേണ്ട. എൻ്റെ കുഞ്ഞ് അയാളുടെ കൂടെ തന്നെയുണ്ട്. അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. കോടതിയാ എനിക്കവളെ വിട്ടു തന്നത്. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയാ. എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോയതായി ഞാൻ അയാളുടെ പേരിൽ കേസ് കൊടുക്കും. ശിശിര തോറ്റു കൊടുക്കില്ല. അവൾ ചെന്ന് കാറിൽ കയറി. ഈശ്വരാ, ആ പാവം കുഞ്ഞ്. അളകയുടെ തേങ്ങൽ തീയമ്പായി വിശാഖൻ്റെ ഹൃദയത്തിൽ വീണു. ഒരു സ്ത്രീ നന്ദൂട്ടിയെ കമഴ്ത്തി ഫ്രോക്ക് വലിച്ചുയർത്തി. മൈക്കിൾ സൂചി അവളുടെ ശരീരത്തിൽ കുത്തി. നന്ദൂട്ടി അലറിക്കരഞ്ഞു. മരുന്ന് മുഴുവനും ഇറങ്ങിയിട്ടേ മൈക്കിൾ പിൻവാങ്ങിയുള്ളൂ. ക്വാളിസിൻ്റെ ഡോർ അയാൾ വലിച്ചടച്ചു. മൈക്കിൾ മുന്നിൽ കയറി. ആനി എന്ന സ്ത്രീ പിന്നിലും. എല്ലാം പറഞ്ഞതുപോലെ. ജോസിൻ്റെ നേരെ അയാൾ കൈവീശി. ക്വാളിസ് മുറ്റത്ത് നിന്ന് താഴേക്കിറങ്ങിപ്പോയി. നന്ദൂട്ടിയുടെ കരച്ചിലും അതിൻ്റെയൊപ്പം മാഞ്ഞുപോയി. കണ്ണു തുറക്കുമ്പോൾ നന്ദൂട്ടി കട്ടിലിൽ കിടക്കുന്നതാണ് അറിഞ്ഞത്. മുകളിൽ തുരുമ്പെടുത്ത ഒരു ഫാൻ മുരൾച്ചയോടെ സാവധാനം കറങ്ങുന്നു. അവൾ എഴുന്നേറ്റിരുന്നു. ചുറ്റും നോക്കി. നീണ്ടൊരു ഹാളായിരുന്നു അത്. 15ഓളം കിടക്കകൾ. ഒരാശുപത്രി വാർഡ് പോലെ അവൾക്ക് തോന്നിച്ചു. ഏതാനും കിടക്കകളിലിരുന്ന് ഇരുനിറമുള്ള പെൺകുട്ടികൾ അവളെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. ആനി എന്ന സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു. പേടിക്കണ്ട, ഇതാ ഇനി നിന്റെ വീട്. ഇതെൻ്റെ വീടല്ല, എനിക്ക് പോണം. നന്ദൂട്ടി ഉറക്കെ കരഞ്ഞു. എവിടെ പോകാനാ? പോകാനൊരിടം ഇല്ലാത്തവരാ ഇങ്ങോട്ട് വരുന്നത്. ദേ, അവരെയൊക്കെ കണ്ടോ? നിന്നെപ്പോലെ ആരുമില്ലാത്തവരാ. ഇരുവശത്തും ഇരുന്ന പെൺകുട്ടികളുടെ നേരെ ആനി വിരൽ ചൂണ്ടി. എനിക്കെല്ലാവരും ഉണ്ട്. അച്ഛനും മമ്മിയുമുണ്ട്. ഞാൻ മമ്മിയുടെ കൂടെ പൊക്കോളാം. ചീ, വായടക്കടി. ആനി ചീറി. നന്ദൂട്ടി കട്ടിലിൽ നിന്നിറങ്ങി വാതിലിന് നേരെ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വാതിൽ കടന്ന് അവൾ മുറ്റത്തേക്ക് കുതിച്ചു. മണൽ വിരിച്ച മുറ്റമായിരുന്നത്. മതിലിനരികിൽ ചെടികൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഗേറ്റ് കാണാതെ അവൾ എങ്ങോട്ട് ഓടണമെന്നറിയാതെ അവിടെ നിന്നു. കെട്ടിടത്തിൻ്റെ പിൻഭാഗമായിരുന്നു അത്. താഴെ അടിമാലി ബസ് സ്റ്റാൻഡും പട്ടണത്തിൻ്റെ കുറച്ച് ഭാഗവും കാണാമായിരുന്നു.
ഒരു ഭാഗത്ത് കൂറ്റൻ കരിങ്കൽ നിര പോലെ മലനിര. കാൽപതനം കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു. ചോരക്കണ്ണുകളും കൊമ്പൻ മീശയുമുള്ള കാക്കിയിട്ട ഒരു തടിയൻ ചൂരൽ വടിയുമായി പിന്നാലെ എത്തിക്കഴിഞ്ഞിരുന്നു. എങ്ക പോണടി ചിന്നപ്പയലെ? അട്ടഹസിച്ച് അയാൾ വടി വീശി. വായുവിൽ സീൽക്കാരമുണ്ടാക്കി ചൂരൽ വടി നന്തൂട്ടിയുടെ കാൽമുട്ടിനു മുകളിൽ ചുറ്റി. അയ്യോ! അവൾ പുളച്ചിലോടെ നിലവിളിച്ചു. നിനക്ക് പോണമാ? ഓടടി, ഓട്! അരയ്ക്ക് താഴെ അയാൾ പിന്നെയും വടി വീശിയടിച്ചു. അലറിക്കരഞ്ഞ് നന്തൂട്ടി ഓടി. പിന്നാലെ വേട്ടനായയെപ്പോലെ അയാളും. മുറ്റത്ത് 2 ചാൽ ഓടിയിട്ട് തുറന്നു കിടന്ന മുറിയിലേക്ക് അവൾ